നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാന്റെ ചരക്ക് കപ്പൽ US സേന പിടിച്ചെടുത്തതിന് പിന്നാലെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം. ഒമാൻ കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് പുതിയ സംഭവം. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഒമാൻ കടലിൽ തുസ് എന്ന ഇറാനിയൻ ചരക്ക് കപ്പൽ US സേന പിടിച്ചെടുത്തിരുന്നു. ഹോർമുസിൽ US ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ കപ്പൽ ശ്രമിച്ചു. ഇതോടെ കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നിലവിൽ കപ്പൽ US കസ്റ്റഡിയിലാണ്. കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്ന രാജ്യത്തിനെതിരെ ഇസ്രായേലും അമേരിക്കയും പോരാട്ടത്തിലാണെന്നും സംയുക്ത ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. പുതിയ സംഭവ വികാസങ്ങളോടെ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി PV അൻവർ. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അർഹമായ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഈ പിന്മാറ്റം. തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പ്രഖ്യാപനവും മെയ് 15 ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുമായി ചേർന്ന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. തൃണമൂൽ വിട്ടതിന് പിന്നാലെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി സജീവമാകാനാണ് അൻവറിന്റെ തീരുമാനം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ ബേപ്പൂരിൽ നിന്നുമാണ് അദ്ദേഹം ജനവിധി തേടിയത്. പടക്കം വെച്ച ചക്ക തിന്ന് ആന ചെരിഞ്ഞ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആനക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ഉന്നതിയിൽ പൊട്ടനാനിക്കൽ വീട്ടിൽ ശശീന്ദ്രനാണ് പിടിയിലായത്. ചക്കയ്ക്കുള്ളിൽ സ്ഫോടക വസ്തു നിറച്ച് വന്യമൃഗങ്ങൾക്ക് ഇയാൾ ഭക്ഷണമായി നൽകിയെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ പിടികൂടി. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് ശംഖുവരൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ കണ്ടത്. നാട്ടുകാർ ഇതിനെ തല്ലിക്കൊന്നു. കഴിഞ്ഞ ദിവസമാണ് കോടാലി സ്വദേശി ഫിൽജോയുടെ മകൻ ആൽജോ പാമ്പുകടിയേറ്റ് മരിച്ചത്. ആൽജോ മരിച്ചത് ശംഖുവരയന്റെ കടിയേറ്റാണെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജ് അപ്പോളോ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അമ്മയ്ക്കൊപ്പം ആദ്യം കിടപ്പുമുറിയിൽ നിലത്തും പിന്നെ കട്ടിലുമാണ് കുട്ടികൾ കിടന്നത്. പുലർച്ചെ 2ഓടെ ഇരുവർക്കും വയറുവേദനയും തളർച്ചയും അനുഭവപ്പെട്ടു. രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നമാകാമെന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത്. വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങിയതോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് അവിടുത്തെ ഡോക്ടറാണ് സ്ഥിരീകരിച്ചത്. മിനിറ്റുകൾക്കകം ആൽജോയ്ക്ക് ജീവൻ നഷ്ടമായി. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ കുട്ടികൾ കിടന്ന തലയണയുടെ അടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കർണാടകയിലെ കോൺഗ്രസ് MLAയും മലയാളിയുമായ NA ഹാരിസിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് പരിശോധന എന്ന് ED അധികൃതർ പറഞ്ഞു. CRPFന്റെ അകമ്പടിയോടെയാണ് ED ഉദ്യോഗസ്ഥർ NA ഹാരിസിന്റെ ബാംഗ്ലൂരിലെ വീട്ടിലെത്തിയത്. ഹാരിസിന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും വീടുകളിലടക്കം 17 കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അതേസമയം തമിഴ്നാട് PCC അധ്യക്ഷൻ K. സെൽവപ്പെരുന്തകയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലെ റെയ്ഡ് ആസൂത്രിതമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ലഹരി മരുന്നുമായി അറസ്റ്റിലായ കെവിൻ B. മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം തൃക്കാക്കര വാഴക്കാല ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കെവിൻ അറസ്റ്റിലായത്. കഴിഞ്ഞ മാർച്ച് 28-ന് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നടന്ന പാർട്ടിയിലേക്ക് ലഹരി എത്തിച്ചു നൽകിയത് കെവിനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഇയാൾ 22 ലക്ഷം രൂപയുടെ ലഹരി ഇടപാടുകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തി. ഇടയ്ക്കിടെ തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു. ഒട്ടേറെ പെൺകുട്ടികളെ കെവിൻ ലഹരിക്കടത്തിന് ഉപയോഗിച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിനിമകളിൽ അവസരം വാഗ്ദാനം ചെയ്തു മറ്റുമാണ് ഇയാൾ പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തിയിരുന്നത്. മാർച്ച് അവസാനം കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് 8 പേരെയാണ് കടവന്ത്ര പോലീസ് ലഹരി മരുന്നുമായി പിടികൂടിയത്. അഭിഭാഷകനും വനിതാ ദന്ത ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് അന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് കൊക്കൈൻ, MDMA, എക്സ്റ്റസി, മെത്താഫെറ്റമിൻ തുടങ്ങിയ ലഹരി മരുന്നുകളും പിടിച്ചെടുത്തിരുന്നു. മൂവാറ്റുപുഴ ആവോലി വള്ളിക്കടവിൽ പുഴയിൽ കാണാതായ 2ാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. പരീക്കപ്പീടിക അടയ്ക്കാമുണ്ടയ്ക്കൽ ക്രിസ് ബിനുവിന്റെ മൃതദേഹം 10:30-ഓടെയാണ് മൂവാറ്റുപുഴ പുഴക്കരക്കാവിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. വാഴക്കുളം വെട്ടിക്കാട്ടുകൂടി അശ്വിൻ സന്തോഷിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 6:00-ഓടെ കണ്ടെത്തിയിരുന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. +2 വിദ്യാർത്ഥികളായ അശ്വിനും ക്രിസും ഇന്നലെ വൈകുന്നേരം കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. സമപ്രായക്കാരായ 6 പേരാണ് പുഴയിലിറങ്ങിയത്. അവധിക്കാലമായതിനാൽ കാറ്ററിംഗ് ജോലിക്ക് പോയി മടങ്ങിയ വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങുകയായിരുന്നു. ഒരാൾ ഒഴുക്കിൽപ്പെട്ടതോടെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റേയാളും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. എറണാകുളം പാലാരിവട്ടത്ത് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. അരൂർ ഇടപ്പള്ളി ബൈപ്പാസിൽ രാവിലെ 11:00-ഓടെയാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശിയായ സിന്ധു ആണ് മരിച്ചത്. മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തിരിയാനായി ശ്രമിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന ടോറസ് ലോറി സ്കൂട്ടറിനെ ഇടിച്ചിടുകയായിരുന്നു. യുവതി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തെ തുടർന്ന് സ്ഥലത്ത് വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വിനോദയാത്രാ ദുരന്തത്തിൽ ഡ്രൈവറുടെ പരിചയക്കുറവ് പ്രധാന കാരണമായേക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്.
ചുരം റോഡിലെ ഇറക്കങ്ങളിൽ പാലിക്കേണ്ട ജാഗ്രത കുറഞ്ഞതാണ് വാൻ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയാൻ ഇടയാക്കിയതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്യാതെ വാഹനം ഇറക്കിയതാകാം അപകടത്തിന് വഴിവെച്ചത്. വാനിന് മറ്റ് യാന്ത്രിക തകരാറുകൾ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ടയറുകളുടെയും ബ്രേക്കിന്റെയും അവസ്ഥ പ്രാഥമിക പരിശോധനയിൽ തൃപ്തികരമായിരുന്നു. റോഡിന്റെ വശങ്ങളിൽ മതിയായ സുരക്ഷാ ബാരിക്കേഡുകൾ ഇല്ലാത്തത് അപകടത്തിന്റെ ആഘാതം കൂട്ടി. എല്ലായിടത്തും ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.